നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ലൂസ് ടോക്കിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പല വിഷയങ്ങളുണ്ട്. എങ്കിൽ പോലും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് CPM-ൽ ഇപ്പോൾ നടക്കുന്ന അന്തഛിദ്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാനുള്ളത്. പലരും ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് ഇത് ചർച്ച ചെയ്യാനുള്ളൂ എന്ന് പലരും ചോദിക്കുമ്പോഴും അത് പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. കാരണം CPM എന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബഹുജന പ്രസ്ഥാനത്തിലുണ്ടായിരിക്കുന്ന അപജയവും അവിടുത്തെ തമ്മിലടിയും അവിടുത്തെ ആശയഭിന്നതകളും തന്നെയാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് വിജയന്മാർ, ഒന്ന് പിണറായി വിജയനും ഒന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയൻ. ഇവർ തമ്മിലുള്ള ഒരു താരതമ്യം, പ്രത്യേകിച്ച് ഒരാൾ ശബരിമല അയ്യപ്പനെ വിശ്വസിക്കുന്നു, മറ്റേ ആള് ശബരിമല അയ്യപ്പനിലൂടെ നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ചു. രണ്ടുപേരെയും രണ്ട് മുഖങ്ങളാണ് ഇന്നത്തെ ദിവസം കേരളത്തിന് കാണാൻ പറ്റിയത്. അത് നമുക്ക് ഇടയിൽ തന്നെ പറഞ്ഞു പോകേണ്ട വിഷയം, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഏതായാലും ഇന്ന് രാവിലെ പിണറായി എങ്ങനെ ഉണ്ടായത് ഡൽഹിയിൽ പിണറായി വിജയൻ ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ താങ്കൾക്കെതിരെ ശബ്ദങ്ങൾ ഉണ്ടാകുന്നല്ലോ എന്ന് ചോദിച്ച പിണറായി വിജയൻ കാറിനകത്ത് കയറിയിട്ട് ചോദിക്കുകയാണ്, ഡോറ് അടയ്ക്കണം, കാല് എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി തട്ടിക്കറിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം അത് ഇതുവരെ കാണാത്ത അത്രയും ക്രൗര്യമുള്ള മുഖമാണ്. അദ്ദേഹത്തിന് ഗ്ലാസ് ഉയർത്തി വെച്ചിട്ടും ഡോർ അടച്ചിട്ടും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവം മാറുന്നില്ല. ദേഷ്യത്താണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ DYFIയുടെ കോട്ടയം സമ്മേളനത്തിൽ അവർ DYFIയിലെ പിള്ളേർ പച്ചയ്ക്ക് പറഞ്ഞു ഇത് തോപ്പിച്ചത് ജില്ലാ സമ്മേളനത്തിലാണ്. ഈ പിണറായി വിജയനും MV ഗോവിന്ദനും KK രാഗേഷുമാണ് തോൽപ്പിച്ചത്. അതിന് കാരണം ധാർഷ്ട്യമാണെന്ന് അവർ പറഞ്ഞു. പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് അവർ പറഞ്ഞത്. ധാർഷ്ട്യം, സംസാര രീതി, ഗോവിന്ദന്റെ പ്രസംഗം. അപ്പൊ ഈ ധാർഷ്ട്യം, പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനെ കുറിച്ച് അവർ പറയുന്നു. പക്ഷെ പിണറായി വിജയന്റെ ധാർഷ്ട്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഒരു വലിയൊരു രൂപത്തിലുള്ള മുഖഭാവമായിരുന്നു ഇന്ന് പിണറായിയുടെ. അത് ധാർഷ്ട്യത്തിലുപരി നിരാശയുണ്ട്, ദേഷ്യമുണ്ട്, ധാർഷ്ട്യമുണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോണെന്ന് അറിയത്തില്ല. അങ്ങനെ പല പല വികാരങ്ങൾ ആ മുഖത്ത് ചേർന്നിട്ടുണ്ടായിട്ട് നമ്മൾ മറ്റേ സിനിമയിൽ ജഗതി കാണിക്കുന്ന പോലെ ഇതൊരു ഏഴാമത്തെ ഭാവം, ഉദയനാണ് താരത്തിൽ പറയുന്നത്, പത്താമത്തെ ഒരു രസം പോലെ, അല്ലെങ്കിൽ ജഗതി കണ്ടുപിടിച്ചതിന്റെ അപ്പുറത്തേക്ക് ഒരു രസവും കൂടെ വരികയാണ്. രമേശ്, ഇന്ന് ചില കാര്യങ്ങളുണ്ടല്ലോ. കാരണം കേന്ദ്ര കമ്മിറ്റി കൂടുകയാണെന്ന് ആരംഭിച്ചു. അവിടെ ഒരുപക്ഷെ തനിക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടാകുമെന്നും ഇപ്പോൾ കേരളത്തിൽ തന്നെ ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ, ഇവരെല്ലാവരും പിണറായിക്ക് എതിർ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്ന് തനിക്ക് നേരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇതുവരെ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളം ഒറ്റക്കെട്ടായിരുന്നു. കേരളത്തിലെ നേതൃത്വം ഒരു തീരുമാനം പറഞ്ഞാൽ എല്ലാവരും അതിനെ അംഗീകരിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടമാണ്. പക്ഷെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പിണറായി വിജയനും അറിഞ്ഞൂടാ. കാര്യം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ EP ജയരാജൻ പരസ്യമായി തന്നെ പറഞ്ഞു ഇത് ശരിയല്ല, ഈ വിവാദം ഉണ്ടാക്കുന്നത് ശരിയല്ല. അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് KK ശൈലജയും PK ശ്രീമതിയും അടക്കം എടുത്തത്. മാത്രമല്ല PK ശ്രീമതി ആകട്ടെ അക്കാര്യത്തില് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ പേരെടുത്ത് പറഞ്ഞാൽ, അതായത് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ഇവിടെ വിമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അതിന് വെടിമരുന്നിട്ടത് KK രാഗേഷ് ദിവ്യാസേന സ്ഥലംമാരുടെ കാര്യം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പത്രസമ്മേളനത്തിൽ ചോദിച്ചു, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് ഇവിടെ എന്താണ് കാര്യം, പലതും പറയേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടുകൂടി രാഗേഷ് എന്തൊക്കെയോ തപ്പിത്തറിഞ്ഞ് പിന്നെ മുഖ്യമന്ത്രി രാജാവിനെ പോലെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് പലതും. അതേപോലെ KK രാഗേഷ് വലിയ പ്രതിസന്ധിയിലാണ്. പയ്യന്നൂരിലെ പോസ്റ്റ് ഇട്ടതും അതല്ല ഇന്നിപ്പോ പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ താഴെ വന്നിട്ട് രക്തസാക്ഷി അനുകൂലിക്കുന്നവർ, അല്ലെങ്കിൽ രക്തസാക്ഷി ദിനമാണ് ധനരാജിന്റെ രക്തസാക്ഷി ദിനമായി ഇന്ന് ഈ കൂത്തുപറമ്പിലെ പഴയ MLA-യും അതുപോലെ ഈ KK മധുസൂദനും ഒക്കെ അനുശോചന പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. KK രാഗേഷ് ഈ ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടിൽ കൈട്ട് വാരിയത് താനാണോ അനുശോചിക്കാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ എത്തിച്ചത് പിണറായി വിജയന്റെ മാത്രം തീരുമാനമാണ്. അയാൾ യാതൊരു ജനകീയ അടിത്തറയില്ലാത്ത നേതാവല്ലേ. പിണറായി വിജയൻ പറയുന്നു, മറ്റുള്ളവരെ കേൾക്കുന്നു, അത് മാത്രമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നിയമിച്ച KK രാഗേഷ് വലിയ പ്രതിസന്ധിയിലാവുന്നു. ഒപ്പം തന്നെ വിഴിഞ്ഞത്തിൽ CPM എടുത്ത നിലപാടുകൾ തെറ്റിയെന്ന് അവർ തന്നെ പറയുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം കേരളത്തിന്റെ വികസന പദ്ധതിയാണ്. വികസന പദ്ധതികളെ വെറുതെ വിവാദത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാര്യം വിഴിഞ്ഞത്ത് അദാനി പോർട്ടിൽ നിന്ന് ഭൂരിപക്ഷ ഓഹരിയൊന്നും മറ്റൊരു വാങ്ങുന്നില്ല. ഇല്ല, മാത്രമല്ല അത് 49% ഉള്ളൂ. 49% എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഭൂരിപക്ഷം 30% ഷെയറാണ് കയ്യിലുള്ളത്. അതിൽ 49%. മാത്രമല്ല അപ്പൊ പറഞ്ഞു വരുമ്പോ ഒരു 13% ഷെയർ മാത്രമേ ഉള്ളൂ. മാത്രമല്ല അവർക്ക് എല്ലായിടത്തും പ്രവേശനമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച VD സതീശൻ ഇതിന് കൃത്യമായ ഉത്തരവും കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഇവര് MSc വരും എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പിന്നെ തവണ വരുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ കേരളയിൽ വരുമെന്ന് പറഞ്ഞതുപോലെ ഈ MSc വരുമെന്ന് പറഞ്ഞ ദേശാഭിമാനി കൊടുത്ത വാർത്ത ഉൾപ്പെടെയുള്ള അദ്ദേഹം എടുത്ത് കൊടുത്തു. മാത്രമല്ല വിഴിഞ്ഞത്തിന് വേണ്ടി നടത്തി കോൺക്ലേവിൽ MScയുടെ പ്രതികൾ പങ്കെടുത്തിരുന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം, സംസ്ഥാന സർക്കാർ ക്ഷണിച്ചാൽ മാത്രമേ അവർ വരുള്ളൂ, അല്ല വഴി അവർ വലിഞ്ഞേറി വരും. അതെ. അപ്പോൾ അതിൽ വിഴിഞ്ഞത്തിൽ CPM ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇന്നിപ്പോ ഗോവിന്ദ മാഷ് പത്രസമ്മേളനത്തിൽ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതെ, പക്ഷേ രാമകൃഷ്ണൻ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, വിഴിഞ്ഞത്തിന് ഞങ്ങൾ എതിരല്ല, സർക്കാരിന്റെ അനുമതി വാങ്ങി ഓഹരി കൊടുക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഡിമാൻഡ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിലൊരു തീരുമാനം സർക്കാർ എടുക്കണം, അല്ലാതെ അവര് അങ്ങനെ, അതൊരു ന്യായമായ സാധനമാണ് രാമകൃഷ്ണൻ പറയുന്നത്. പക്ഷെ ഇപ്പോഴും ഗോവിന്ദൻ എന്താണ് പറയണമെന്ന് അറിയത്തില്ല. ഇന്ന് അദ്ദേഹം കൃത്യം ഉരുണ്ട് കളിക്കുകയാണ്. അത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ്, ഇത് തന്നെയാണ് ഇന്നലെ DYFI പറഞ്ഞത്. ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൃത്യമായ ആശയമില്ല. അദ്ദേഹത്തിന് ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ മറ്റേ ഭാഷ ഉപയോഗിക്കുന്നത്, ഈ താത്വിക ഭാഷ പറയുന്നത്. അത് ആൾക്ക് മനസ്സിലാവുന്നതുമില്ല. അപ്പോൾ ഏതായാലും വിഴിഞ്ഞത്തിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു വശത്ത്. മറുവശത്ത് പാർട്ടിയുടെ സംഘടനാ ദൗർബല്യം ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ദിവസം നടക്കുന്ന ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ. എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട്, അതായത് പോളിറ്റ് ബ്യൂറോയിലെ വലിയൊരു വിഭാഗം ഇപ്പം തന്നെ പിണറായി വിജയന് എതിരാണ്. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ CPM സംസ്ഥാന സമിതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അതിന് PBയുടെ പോളിറ്റ് ബ്യൂറോയുടെ യോഗത്തിൽ അതിൽ വോട്ടെടുപ്പ് പോലും വേണ്ടി വന്നു. സാങ്കേതിക അർത്ഥത്തിലാണെങ്കിൽ പോലും ഓൺലൈനിൽ കുറേ പേര് എതിർക്കാനുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലുള്ള എതിർപ്പുകൾ കൂടുതലായിട്ട് മാറുമ്പം കേന്ദ്ര കമ്മിറ്റിയിൽ ഭൂരിപക്ഷം കിട്ടുമോ, ചർച്ചകൾ വരുമ്പം പിണറായി വിജയൻ മാറണമെന്നൊരു ചർച്ച, അതായത് CPMന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് പോളിറ്റ് ബ്യൂറോ അല്ല ഏറ്റവും വലിയ ഘടകം, കേന്ദ്ര കമ്മിറ്റിയാണ്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ ആരെങ്കിലും ഇതിനെതിരെ ചോദ്യം ഉയർത്തുകയും കേന്ദ്ര കമ്മിറ്റിയിൽ വോട്ടിംഗ് നടക്കുകയും ചെയ്താൽ, മാത്രമല്ല പഴയ ധീരശൂര പരാക്രമിയായ പിണറായി വിജയനല്ലേ ഇപ്പോൾ വീണ് കിടക്കുന്ന പിണറായി വിജയനാണ്. അതെ, നിയമസഭയിൽ KN ബാലഗോപാൽ പോലും അങ്ങോട്ട് എണീറ്റ് ഉത്തരം പറയാൻ ആവശ്യപ്പെട്ട ആ ഗതികേട്ടിലേക്ക് KN ബാലഗോപാൽ കേന്ദ്ര കമ്മിറ്റി എടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കും. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയന്റെ ഇതുവരെയുള്ള ഈ ആദ്യ സമ്മേളന കാലത്തെ പ്രകടനം വട്ടപൂജയായിരുന്നു. അത് കേന്ദ്ര കമ്മിറ്റിയിൽ വിലയിരുത്തലിന് വിധേയമായാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒന്നും പറയാൻ പറ്റാതെ അന്തമിട്ടിരിക്കുകയല്ലേ. അതേപോലെ കൽപ്പറ്റയില് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് കൈരളി കൊടുത്ത കാർഡ്, അതായത് കൈരളി എന്തുദ്ദേശത്തിലാണ് കൊടുത്തതെന്ന് അറിയത്തില്ല. പക്ഷെ അത് പൊതുസമൂഹത്തിൽ ചർച്ചയായെന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ പ്രസക്തി പോയി, അതുകൊണ്ട് ചാനലുകൾ ചർച്ചയാക്കിയില്ല അല്ലെങ്കിൽ വാർത്താ സമ്മേളനം കൊടുത്തില്ല എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് കാരണമായി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ KN ബാലഗോപാൽ എഴുന്നേറ്റ് വല്ലതും പറയൂ എന്ന് പറഞ്ഞ ആ ദൃശ്യങ്ങൾ കണ്ട മലയാളിക്ക് മുന്നിലേക്കാണ് കൈരളി ഇട്ടുകൊടുക്കുന്നത്. ഒന്നുമല്ല, LOP എന്നാണ് പറഞ്ഞത്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ. അതെ, എഴുന്നേറ്റ് ഉത്തരം പറയണം. ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ താനീ ലോകത്തൊന്നും അല്ലേ നമ്മൾ സാധാരണ അദ്ദേഹം ക്ലാസ്സിൽ പഠിപ്പിച്ചോണ്ടിരിക്കുക, ചില നമ്മളൊന്ന് ഉറങ്ങിപ്പോകാനും ചെയ്യണമെങ്കിൽ അദ്ദേഹം നമ്മൾ ചീത്ത കളിക്കുന്നതിന്റെ വേറെ എഫക്റ്റാണ്. എന്നിട്ട് പെട്ടെന്ന് പിണറായിക്ക് ഒരു നോക്കിയിട്ട് എന്താണ് പറയണമെന്ന് അറിയാൻ പാടില്ലെടുത്ത് പിന്നെ ഇറങ്ങിപ്പോക്കായി അത് കഴിഞ്ഞു. അപ്പോൾ ഇത് പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു. 4 ഭാഗത്തു നിന്ന് വരുന്നു. പല ഭാഗത്ത് നിന്ന് EDയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. വീണ വിജയന്റെ കേസിൽ ED സ്വത്ത് വരെ പോയി, പിണറായിയുടെ വീട് വരെ അളന്നുകൊണ്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സ്വത്ത് കണ്ടുകെട്ടാനുള്ള അങ്ങനെ കണ്ടുകെട്ടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വീണ പ്രതിയാകുമെന്ന് ED ഉറപ്പിച്ചു. അതായത് EDക്ക് നിർണായകമായ തെളിവുകൾ ഈ വിഷയത്തിൽ കിട്ടിയെന്ന്, വീണയ്ക്കെതിരെ കിട്ടിയെന്ന് വ്യക്തമാക്കുന്നതാണ് EDയുടെ പിണറായിയുടെ വീട്ടിലേക്ക് പോയി പിണറായിയുടെ വസ്തു നോക്കുക, അല്ലെങ്കിൽ വീണ വിജയന്റെ സ്ഥലം നോക്കുക. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ അവർ നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിവ് കിട്ടി, നിങ്ങളെ പ്രതിയാക്കും എന്ന് പറയുകയാണ്. ഈ പ്രതിയാക്കും എന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ പിണറായി വിജയന്റെ മകളാണ്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യില്ലായിരിക്കാം. പക്ഷെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയാണ്, അറസ്റ്റ് ചെയ്യേണ്ടി വരും. സാഹചര്യം വന്നാൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇനി ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ വീണയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും. ഇനി അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ പോലും പ്രതിയാകുമെന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞു. അല്ല, മാത്രമല്ല രമേശ്, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ CPMന്റെ ഈ നിലവിലുള്ള ഈ കടൽക്കിഴവന്മാരൊഴികെ താഴെയുള്ള നേരത്തെ നിര മുഴുവൻ പേര് എന്താണ് അന്ത്യകരിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. കാരണം DYFIയിലും SFIയിലും ഒക്കെ ഈ പ്രശ്നമുണ്ട്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് 46 വയസ്സായതാണ്. ഈ പണ്ട് CPMല് ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ സീനിയോറിറ്റിയാണ്. ഇപ്പൊ സംസ്ഥാന സമിതിയിലെ ഏറ്റവും സീനിയർ മെമ്പർ സെക്രട്ടേറിയറ്റിലേക്ക് പോകും. അപ്പോൾ സംസ്ഥാന സമിതിയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു അംഗീകാരമാണ്. അപ്പോൾ അവിടുത്തെ സീനിയോറിറ്റി പരിഗണിച്ചാണ് സെക്രട്ടേറിയറ്റ് പോകുന്നത്. അപ്പം ഈ സംസ്ഥാന സമിതിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ജില്ലയിലെ പ്രധാന നേതാക്കളെ വീതം വെച്ചെടുത്തിട്ട് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന സംസ്ഥാന സമിതിയിൽ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം ഇവർ അട്ടിമറിച്ചിട്ട് ഇവർക്ക് ഇഷ്ടമുള്ളവരെയാണ് ഇവർ സംസ്ഥാന സമിതിയിൽ കൊണ്ടുവരുന്നത്. സംസ്ഥാന സമിതിയിൽ നിന്ന് ഇവർക്ക് ഇഷ്ടമുള്ളവരെയാണ് സെക്രട്ടേറിയറ്റ് കൊണ്ടുവരുന്നത്.
ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇവർക്ക് ഇഷ്ടമുള്ളവരെയാണ് കേന്ദ്ര കമ്മിറ്റി എല്ലാ കൊണ്ടുവരുന്നത്. റാൻമൂളികളെ മാത്രം മതി അപ്പൊ അങ്ങനെ എന്നുള്ള വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഘടന നോക്കിയാൽ അതിലൊന്നും ഒരു ദുർബലമാണ്. എന്തിനു പറയുന്നു? പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ദുർബലനല്ലേ? അതല്ലെങ്കിൽ പിണറായിയുടെ മകളെ വീട്ടിൽ ED കയറിയെന്ന് ഡൽഹിയിൽ ചെന്ന് പ്രതിഷേധിക്കാൻ ഇറങ്ങും. അതുമാത്രമല്ല, അദ്ദേഹത്തിന് AK സെന്ററിന്റെ ഉദ്ഘാടനത്തിന് വളരെ പിന്നിൽ നിൽക്കേണ്ടി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി അല്ല പാർട്ടി സെക്രട്ടറിയാണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ സന്ദേശം ആ കെട്ടിട ഉദ്ഘാടനത്തിൽ കൂടെ തന്നെ പിണറായി വിജയൻ നൽകി. അതിനെ അതിജീവിക്കാൻ MAVക്ക് കഴിഞ്ഞില്ല. അതെ, MAV മലപ്പുറത്തൊരു സ്ഥലത്ത് മറ്റേ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ അത് പിണറായി വിജയൻ ഉള്ളപ്പം പറയുകയും അങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയുകയും പ്രതിപക്ഷ നേതാവായി KN ബാലഗോപാലിനെ കൊണ്ടുവരികയും ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ സജീവമായ ഇടപെടൽ. ഇപ്പം നമ്മൾ നേരത്തെ പരാമർശമായിരുന്നു ധനരാജിന്റെ രക്തസാക്ഷി ദിനത്തെ കുറിച്ച് പറയാം. ശരിക്കും പറഞ്ഞാൽ ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് പയ്യന്നൂരിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റത്തിനും അത് പിന്നീട് വടക്കേ മലബാറിലും മറ്റു ഒരുപാട് മണ്ഡലങ്ങളിലും അതിന് പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്തത്. അതെ, എന്തായാലും പിണറായി വിജയൻ വളരെ വിഷമത്തിലാണ്. താൻ ദുർബലനാണെന്ന് പിണറായി വിജയൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ച പിണറായി വിജയന്റെ മുഖം വല്ലാതെ ഇരുണ്ടിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടാണ് അതിലൊരു ധാർഷ്ട്യമല്ല ഞാൻ കണ്ടത്, ഒരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരു മുഖമാണ്. നിസ്സഹായ ഒരു വീണിടക്കുന്ന എന്നെ തീയൊക്കെ ചവിട്ടാണോ എന്നുള്ള രീതിയിലുള്ള ഒരു കരുത്തൻ എങ്ങനെ നിസ്സഹായനായാലും അദ്ദേഹത്തിന്റെ മുഖം എങ്ങനെയാവും എന്ന ഒരു ഇതാണ് ഞാൻ ആ മുഖത്ത് നോക്കിയപ്പോ കണ്ടത്. അതാണ് മൊത്തം ഭാവം അത് തന്നെയാണ്. കാരണം ആകെ തകർന്ന ഒരാളാണ് നമ്മൾ കാണുന്നത്. ഈ എല്ലാവരും കൂടെ ഇളകി വരുമ്പോഴേ ഒന്നടങ്കം ഒരു പാർട്ടി മാത്രമല്ല, നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ പിണറായി വിജയന്റെ കാലത്തോടെ ഈ പാർട്ടി അവസാനിക്കുന്നില്ലല്ലോ, പാർട്ടി തുടരുകയാണല്ലോ. ഈ VD സർക്കാർ നാളെ പെർഫോമൻസ് മോശമാണ്, അടുത്ത തെരഞ്ഞെടുപ്പിന് അവർക്ക് ഒരു അനുകൂല ഘടകമായി അത് മാറ്റിയെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇതാണ് അവസ്ഥ നിലവിലെ കാര്യമെങ്കിൽ അവർക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ ഇനി പ്രായത്തിൽ കൊണ്ടുവന്ന ബാറി അതും CPM ബാധിച്ചിട്ടുണ്ട്. പല നല്ല നേതാക്കൾക്കും ഈ ബാറിൽ തട്ടി അവർക്ക് മത്സരിക്കാനോ പൊതുപ്രവർത്തനം, അതായത് എല്ലാവരും പൊതുപ്രവർത്തനം നടത്തുന്ന MLA മന്ത്രിയോ ആവാനാണ്. 75 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് പറ്റില്ല എന്നൊരു നയം വന്നപ്പോൾ ഇവരെല്ലാം വീടുകളിലേക്ക് ഒതുങ്ങി. അത് കാരണം CPM ഒരുപാട് നല്ല നേതാക്കളെ നഷ്ടമായി. ജി സുധാകരന്റെ കാര്യത്തിൽ സംഭവിച്ചു. ജി സുധാകരനെ ഈ പ്രായത്തിന്റെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സമിതിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ ഉണ്ടാവുകയും വീറോടെ വാദിക്കുകയും ചെയ്യും. അതേപോലെ MM മണി എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലൊരു മുഖമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ജനകീയതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അതെ, അത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിൽ നിന്നപ്പോൾ പോലും തോറ്റുപോകുമെന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളി അസാധ്യമായ വിജയങ്ങൾ കൈവരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാസ്മരികമായ ജനങ്ങളെ നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളിയുടെ ദാർഷ്യം എന്ത് പറഞ്ഞാലും പുള്ളിക്ക് പുള്ളി അതെ ജനകീയനാണ്. വോട്ട് പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന നേതാവാണ് ജനങ്ങളായി നിന്ന്. അങ്ങനെ ഒരു നേതാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്തുക്കൾ അവിടെ ഒരു ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് പ്രധാനപ്പെട്ട പദവി വഹിക്കുമ്പോൾ ഒരു ദിവസം പോലും അന്ന് MLA മന്ത്രിയായിരുന്ന MLA ആയിരുന്നപ്പോഴാണ് മണി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കൊല്ലത്ത് PK ഗുരുദാസൻ വളരെ സ്വാധീനമുള്ള നേതാവാണ്. വളരെ അതായത് കൊല്ലത്തെ ഏത് പ്രശ്നവും പരിഹരിക്കാൻ പറ്റുന്ന കെൽപ്പുള്ള നേതാവാണ്. അദ്ദേഹത്തിന് 75 വയസ്സിന്റെ പ്രായപരിധിയിൽ പുറത്താക്കി. അദ്ദേഹം ഇല്ല, ഇതൊന്നും പിണറായി വിജയന് ബാധകമല്ല. പക്ഷേ കൊല്ലത്തെ CPM അടിത്തറ ഇളകി. അല്ല, ആലോചിച്ച് നോക്ക്, ഈ ജില്ലകളിലൊക്കെ തന്നെ ദയനീയ തോൽവിയല്ലേ സംഭവിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും. വയനാട് നമ്മുടെ പഴയ ജില്ലാ സെക്രട്ടറി ഉണ്ട്, അദ്ദേഹം ഒരു തവണ MLA ആയിരുന്നു, കൽപ്പറ്റയിൽ MLA ആയിരുന്നു, ശശീന്ദ്രൻ. അദ്ദേഹത്തെ ഇവര് അതേപോലെ തന്നെ കണ്ണൂർ പി ജയരാജനെ ഇവര് സീറ്റ് കൊടുക്കാതെ ഇവരൊരു വൈരാഗ്യം തീർത്താണ്. അങ്ങനെ നമുക്ക് ഓരോ ജില്ലയിലും ഈ സാഹചര്യത്തിൽ നമ്മൾ ജയരാജന്റെ കാര്യം പറഞ്ഞു, EP യുടെ കാര്യം നമ്മളൊന്ന് പരാമർശിക്കേണ്ടതാണ്. EP ജയരാജൻ ഇന്ന് മുതൽ ആരംഭിച്ച കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അതെ, അത് വളരെ ചോദ്യമാണ്. അദ്ദേഹം വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആയുർവേദ അല്ല, EP എപ്പോഴും EPക്ക് ഒരു നിലപാട്, EPയുടെ നിലപാട് കേട്ട് പിണറായി വിജയന് വേദന വരുമെങ്കിൽ അത്തരം യോഗങ്ങൾ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ പോവാതിരിക്കുക എന്നുള്ളതാണ് EP-യുടെ നയം. മുമ്പ് AK സെന്ററിലെ പഴയ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ നിർണായക സമയങ്ങളിൽ പുള്ളിക്ക് നിലപാടുകളിൽ പിണറായി വിജയനുമായിട്ട് ആശയ സംഘർഷം ഉണ്ടാകുമ്പോൾ അദ്ദേഹം അതങ്ങ് ഒഴിവാക്കും. അപ്പം ഇന്നിപ്പം ഡൽഹി പോയാൽ പുള്ളിക്ക് പലതും പറയേണ്ടി വരും. അതുകൊണ്ട് പുള്ളി പോകാതിരിക്കുക സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാണെന്നൊക്കെ പറഞ്ഞ സ്വാഭാവിക വിശദീകരണമാണ്. പക്ഷേ EP ജയരാജനെ പോലെയുള്ള ഒരാൾ ഒരു കാലത്ത് പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന, പിണറായി വിജയന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന, വിമാനത്തില് പ്രതിഷേധപ്രകടനം നടക്കുമ്പോൾ പോലും ചാടി പിണറായി വിജയനെ പ്രതിരോധിക്കുന്ന രക്ഷാപ്രവർത്തനം പുള്ളി അങ്ങ് പാഞ്ഞടുക്കുകയാണ്. അത് നമ്മൾ കണ്ടതാണ്. അതെ, അങ്ങനെയുള്ള EP ജയരാജൻ പോലും പിണറായി വിജയനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കണം, ഞാൻ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന് EP ജയരാജൻ പറയുന്നത്. ഇത് നടപ്പിലാക്കുന്നത് കേരളത്തിന്റെ ആരോപണം ഉന്നയിച്ചവരോട് ചോദിക്കാനാ പറയുന്നത്. അത്രേ ഉള്ളൂ.
അതിൽ തന്നെ ശൈല ടീച്ചർ പറഞ്ഞ ശ്രീമതി ടീച്ചർ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം കെ രാകേഷിനെ കുറിച്ച് ഈ ദിവ്യാസേന മാറ്റിയതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ശ്രീമതി ടീച്ചർ പറഞ്ഞത് അത് ആധികാരികമായി അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ട് ചോദിക്കണമായിരുന്നു. അല്ല ചുമ്മാ നിങ്ങൾ എന്തിന് ഈ MD മാറ്റിയതെന്ന് ചോദ്യത്തിൽ പ്രസക്തിയില്ല. അതെ, MD മാറ്റാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അവർ മന്ത്രിയായിരുന്നല്ലേ, മന്ത്രി അവരും. അല്ലെങ്കിൽ തന്നെ ഒരു സർക്കാർ മാറുമ്പോൾ അടുത്ത സർക്കാർ എല്ലാ വകുപ്പിലും ഷഫ്ലിംഗ് വരും. അതെ, നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം കേന്ദ്രം UPSC നടത്തുന്ന പരീക്ഷയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇവരെല്ലാം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ IAS IPS ഒക്കെ കേരളത്തിലേക്ക് ഓരോ സംസ്ഥാനത്തേക്കും അയക്കുമ്പോൾ അവർ ഇന്ന പോസ്റ്റ് ഇരുത്താവുന്നൊന്നുമില്ല. മാത്രവുമല്ല രമേശ്, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരാരും തന്നെ മാനേജ്മെന്റ് വിദഗ്ധന്മാരെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലെ പ്രഗത്ഭരൊന്നും അല്ല. പക്ഷെ അവര് അസാമാന്യ പ്രതിഭകളായതുകൊണ്ട് അവർക്ക് എല്ലാം പെട്ടെന്ന് പഠിച്ചെടുത്ത് വേണം അത് ചെയ്യാൻ. അപ്പൊ ആ ഒരു ഇപ്പൊ ദിവ്യാസ ഒരു ഡോക്ടറാണ്, ഒരു പ്രൊഫഷണൽ അനുസരിച്ച് ഒരു ഡോക്ടറാണ്. വേണമെങ്കിൽ അവർ ആരോഗ്യ വകുപ്പിലെ നിയോഗിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഇതിനേക്കാൾ ഭംഗി അവിടെ പെർഫോം ചെയ്യാമായിരിക്കും ഡോക്ടർ എന്നുള്ള നിലയിൽ. അതുപോലെയാണ് കാര്യം. അത് സർക്കാരിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അതിന് കെ രാകേഷ് ഇന്ന് AK ബാലൻ ഇടപെട്ടിട്ടുണ്ട്. AK ബാലൻ പക്ഷേ പിണറായി വിജയൻ അനുകൂലിക്കുന്ന തരത്തിലാണ്. ദിവസം കൊണ്ട് അദ്ദേഹത്തിനൊന്നും കേൾക്കാനില്ലായിരുന്നു. അതും അദ്ദേഹത്തിനെ കേൾക്കാനില്ലാത്തതിന്റെ കാരണം അദ്ദേഹം 75 വയസ്സ് കഴിഞ്ഞ് പാർട്ടി സംവിധാനത്തിന് പുറത്താണ്. അപ്പൊ പാർട്ടി സംവിധാനത്തിലേക്ക് പുള്ളിക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ വെറുതെ എന്തിനാണ് ഓരോന്ന് പറഞ്ഞ് ട്രോളുകൾ വാങ്ങി കൂട്ടുന്നതെന്ന് അവർ വീട്ടിലിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ G സുധാകരനെ പോലെ ആവണം ഇതിനെ വെല്ലുവിളിച്ച് മത്സരിക്കാനുള്ള കരുത്ത്. G സുധാകരന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, G സുധാകരനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഇപ്പൊ CPM അടുത്തത്. അതെ, G സുധാകരനെ ഇപ്പൊ TP ചന്ദ്രശേഖരനെ അവര് 51 വെട്ടി കൊന്നു. ഈ ആധുനിക കാലത്ത് അത്തരം കൊലപാതകങ്ങൾ നടക്കാത്തതുകൊണ്ട് തന്നെ വേറെ കൊട്ടേഷൻ സംഘങ്ങളെ ഇളക്കി വിട്ട് ചോദ്യം ചെയ്യലിലൂടെ അപമാനിച്ച് മൊബൈൽ ചിത്രീകരിച്ച് അത് വൈറലാക്കി അവരുടെ നേതാക്കളിട്ട് അണികളെ അറിയിക്കുകയാണ്. കണ്ട, ഞങ്ങളെ വിട്ടുപോയ ഇങ്ങനെ ഞങ്ങളെ അപമാനിക്കും, അപഹസിക്കും. അപ്പം കൊലപാതക രാഷ്ട്രീയം ഈ ആധുനിക സമൂഹത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ അപമാനിക്കലിന്റെ പുതിയ രൂപം സൈബർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ഞങ്ങളെ കൊണ്ട് സാറേ എന്ന് വിളിപ്പിച്ചില്ലേ? അതെ, സാറേ എന്ന് വിളിപ്പിച്ചാൽ എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിളിക്കുകയാണ് സാറേ എന്ന് ഒരാൾ വിളിപ്പിക്കുമ്പോൾ. അങ്ങനെ അതാണ് സുധാകരന്റെ സാറേ വിളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കും. അങ്ങനെ എല്ലാരും സാറേ എന്നാ വിളിക്കുന്നത്. അതിന്റെ ഒരു കാലഘട്ടത്തിന്റെ എല്ലാരും സാറേ എന്ന് എല്ലാരും വിളിക്കുന്നതായിട്ട് അടുത്ത തലമുറയും സാറേ എന്ന് വിളിക്കുന്നതാണ്. അല്ലാതെ സുധാകരനെ ആരെങ്കിലും സാറേ എന്ന് മാധ്യമപ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ സഖാവേ എന്നാണ് വിളിക്കുന്നത്. അപ്പം എനിക്ക് തന്നെ അറിയാവുന്നതാണ്. എല്ലാവരും സാറേ എന്ന് വിളിക്കുന്നതിനേക്കാൾ സന്തോഷം സഖാവേ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഈ മലബാർ TK ഗോവിന്ദനെയും അല്ലെങ്കിൽ B കുഞ്ഞകൃഷ്ണനെയൊക്കെ നേരിടാൻ നോക്കിയിട്ട് പരാജയപ്പെട്ട സ്ഥിതിക്ക് അടുത്ത ടാർഗറ്റ് സുധാകരൻ വയ്ക്കുന്നതാണ്. ഈ പിണറായി വിജയനെ കാണുമ്പോൾ സഖാവേ എന്ന് പോലും വിളിക്കാൻ ഭയക്കുന്നവരാണ് G സുധാകരനെ. ഞാൻ നിങ്ങൾ എന്നെ കൊണ്ട് സാറേ എന്ന് വിളിപ്പിച്ചില്ലേ എന്ന് പിണറായി കാണുമ്പോൾ മുട്ടുമുട്ടിടിക്കുന്ന വിദ്വാന്മാരാണ്. അതെ, ഇവരാണ് പറയുന്നത് നിങ്ങൾ എന്നെ സാറേ എന്ന് വിളിപ്പിച്ചില്ലേ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾ എന്നെ സാറേ എന്ന് വിളിപ്പിച്ചില്ലേ എന്ന് ഒരാൾ ചോദിക്കുകയാണ്. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിക്ക് എന്ത് വലിയൊരു അപജയമാണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് ആലോചിച്ചു. ഈ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യത്തിൽ നിലപാടെടുക്കാൻ പറ്റുന്നില്ല. അതാണ് വൈരുദ്ധ്യാതി മഹോദയമാകുന്ന പലരും ചോദിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ VD സതീശന്റെ ഭരണം വന്നതിന് ശേഷം VD സതീശന്റെ ഇത് പല വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ വിവാദങ്ങളൊന്നും വിഴിഞ്ഞം പോലും സത്യം പറഞ്ഞാൽ ഒരു നല്ല വിവാദമായി മാറിയേനെ. പക്ഷെ അതിനൊന്നും പറ്റാത്തത് CPM-ലെ ഈ പ്രശ്നങ്ങൾ കാരണമാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മൾ കണ്ടിരുന്നതാണല്ലോ. ഈ ശിവൻകുട്ടിയും കടകംപള്ളിയും മറ്റേ ജോയിക്ക് തമ്മിൽ തർക്കം തീർക്കാൻ വേണ്ടി ശിവൻകുട്ടിക്ക് ജില്ലാ സെക്രട്ടറി ആവണം. പക്ഷെ അവിടെ പിണറായി വിജയൻ ജോയിയെ ആക്കിയത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മത്സരിച്ചു, ജയിച്ചത് ജോയി മാത്രമാണ്. ജോയി നേരത്തെയും ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പം ജയിച്ച ജോയിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് തോറ്റ ശിവൻകുട്ടിക്ക് വേണ്ടി മാറ്റുന്നതിൽ ഒരു പൊരുത്തക്കേടുണ്ട്, നീതികേടുണ്ട്. അതും കൂടെ കണക്കിലെടുക്കുമ്പോൾ അതൊരു നല്ല തീരുമാനമായിരുന്നു. ജോയി തന്നെ തുടരട്ടെ. കാര്യം ജോയി MLA ആയിരുന്നപ്പോൾ തന്നെ സെക്രട്ടറി ആയിട്ട് ഇങ്ങനെ തുടർന്ന ആളാണ്. അന്ന് ഇവർക്ക് മന്ത്രിയും MLA-മാരും ആയിരുന്നുകൊണ്ട് ഇവർക്ക് ആ പദവിയോട് മോഹമില്ല. ഇന്ന് ഇല്ലാതിരുന്നപ്പം വേണം. അത് ഒരു പണ്ട് പറയായിരുന്നു പാർലമെന്ററി വ്യാമോഹം എന്നൊക്കെ പറയുന്നത് ആരെക്കാളും ഇവരിലാണ് ഇപ്പൊ കൂടി നിൽക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് പാർട്ടി മനസ്സിലാക്കാതെ പോയെന്നുള്ളതാണ്. പക്ഷേ ഈ പാർലമെന്ററി വ്യാമോഹം ഇല്ലാത്ത 2 MLA-മാരുമായി B കുഞ്ഞകൃഷ്ണനും TK ഗോവിന്ദനും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇലക്ഷൻ മത്സരിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവരെ പാർട്ടി അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരെ പോയ മനുഷ്യരെയാണ് ഈ വിളിച്ചു വരുത്തി അവർ അപമാനിച്ചതും. ഒടുവിൽ അവർ കോൺഗ്രസ്സുകാർ തയ്യാറായതുകൊണ്ട് അവർ മത്സരിച്ച് MLA-മാരായിരുന്നു. അതൊക്കെ അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അത് ഒട്ടും ആഗ്രഹിക്കാത്ത 2 പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി. അപ്പൊ അണികളെ അടിച്ചമർത്തരുത്, അതാണ് പിണറായി വിജയൻ പറ്റിയത്. നമ്മൾ VD സതീശനോടും മുഖ്യമന്ത്രിയാണ്, അദ്ദേഹവും ശ്രദ്ധിക്കേണ്ടത് അണികളെ അടിച്ചമർത്തരുത്. അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങൾ വരുന്നുണ്ട്.
അതായത് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് CPM നിയമിക്കുന്നു, മറ്റവരെ നിയമിക്കുന്നു, മറിച്ചവരെ ഇന്നും നിയമിക്കുന്നു എന്നൊക്കെ പലതും പറയുമ്പോൾ, വരുന്നുണ്ട്. അല്ലെങ്കിൽ അലോഷി സേവ്യർ, ഞാൻ അലോഷി സേവ്യറിനെ VD സതീശനാണ് KSUവിൻ്റെ ഭാരവാഹിയാക്കിയത്. ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അലോഷി സേവ്യറിൻ്റെ കഴിവിനെ കുറിച്ച് നമുക്ക് പോലും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ നോക്കുമ്പം ഈ അലോഷി സേവ്യറിൻ്റെ കാലത്ത് ഒരുപാട് കോളേജുകൾ KSU പിടിച്ചെടുത്തു, ഒരുപാട് സർവകലാശാലകൾ പിടിച്ചെടുത്തു. ഒരുപക്ഷെ അലോഷിയുടെ കഴിവായി ആണോ അല്ലേ എന്നുള്ളത് കാര്യമല്ല, പക്ഷേ KSUവിൻ്റെ സംഘടനാ തലപ്പത്തിരിക്കണമല്ലോ. അതെ, പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇത്തവണ നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കാത്തത് വലിയ ബാധകമായിപ്പോയി. അതിന് അർഹനായിരുന്നു. എല്ലാ തവണ പ്രസിഡന്റ് സീറ്റ് കൊടുക്കും. പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ട്. ഇത്തവണ അതുപോലും ചെയ്തില്ല. KSU സംസ്ഥാന പ്രസിഡന്റിനെ വീണ്ടും പ്രകോപിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് PP ആക്കുക, അത്തരം പരിപാടികളൊന്നും ചെയ്യാതെ. അതെ. അപ്പൊ നമ്മൾ അത്രയും കുറച്ചും കൂടെ കരുതലെടുത്ത് തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ഈ പിണറായി വിജയനെ ഇപ്പം അണികൾ തള്ളിപ്പറയുന്നതിന്റെ അതിരൂക്ഷമായിരിക്കും 5 വർഷം കഴിയുമ്പോൾ VD സതീശന് നേരിടേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് നമ്മള് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഒരുപാട് മുന്നിൽ പോയി. തൂഫാന്റെ പേരിൽ ഒരുപാട് മുന്നിൽ പോയി. ഇപ്പൊ നമ്മള് ജനപ്രിയ നേതാക്കളുടെ ഒരു സർവേ ഒക്കെ കേരളത്തിലെടുത്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി VD സതീശനും പിണറായി വിജയന്റെയൊക്കെ ഗ്രാഫ് വെച്ചിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ എന്തായാലും പിണറായി വിജയനും സംഘവും പിണറായി വിജയനും MP ഗോവിന്ദനും ഒക്കെ ഇനിയെങ്കിലും അവർ നിലപാട് വ്യക്തമാക്കി കൃത്യമായി പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഈ കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും പോലെ പാർട്ടി പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടും, തീർന്നു പോകും എന്നുള്ള കാര്യം ഉറപ്പായി. പരീക്ഷണ കാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് CPM കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എന്താണ് തീരുമാനം ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വികാരം അയ്യപ്പനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് CPM വോട്ട് ബാങ്കിലെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകം അയ്യപ്പ വിശ്വാസമാണ് എന്ന് CPM-ന് തിരിച്ചറിയാതെ പോയതെടുത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ നമ്മളെ യുവതിയെ കയറ്റാൻ വേണ്ടി ഒരുപാട് ചെയ്യുന്നു, മനുഷ്യ മതിൽ സൃഷ്ടിക്കുന്നു, മനുഷ്യ മതിൽ, നവോത്ഥാന മതിൽ എന്നാണ് അതിനെ പേര്, വനിതാ മതിൽ, ആളെ കൊണ്ടുനടത്തു. അപ്പം ഇത് എല്ലാം ആ ശബരിമല അയ്യപ്പനിൽ ആദ്യത്തെ പിണറായിക്ക് തന്നെ പിഴച്ചു വരുന്നു. പക്ഷേ എങ്ങനെയോ കോവിഡൊക്കെ വന്നിട്ട് അവിടുത്തെ സംഭവമൊക്കെ കാരണം അന്ന് കേരളം രാഷ്ട്രീയം ചർച്ച ചെയ്യാത്ത കാലമായതുകൊണ്ട് നമുക്ക് തുടർഭരണം കിട്ടിയപ്പം പിന്നെ കുറച്ച് കരുതലെടുത്ത് പോകുന്ന ഭരണത്തിൻ്റെ അവസാന കാലത്ത് ആഗോള അയ്യപ്പ സംഗമം വിളിക്കുന്നു. ഇത് പിന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഈ അയ്യപ്പ വികാരം തന്നെയാണ് പിണറായി വിജയനെ തകർത്തത് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇവിടെയാണ് നമ്മൾ P വിജയനെ പറ്റി നേരത്തെ പറഞ്ഞത്. അദ്ദേഹം ശബരിമലയിലെ ഉത്തമ ഭക്തനായിരുന്നു. അദ്ദേഹം കമ്മീഷണർ അല്ല SP ആയിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോലി ചെയ്ത അനുഭവങ്ങളിൽ നിന്നാണ് ഈ പുണ്യം പൂങ്കാവനം പദ്ധതി അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അത് വലിയ കയ്യടി നേടി. അവിടുത്തെ ഒരു ശബരിമലയെ മാലിന്യമുക്തമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയത് കൂടെയുള്ള പലരെയും അസുഖപ്പെടുത്തിയിട്ടുണ്ട്, അവസരപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് അവരെ കെണിയൊരുക്കി അദ്ദേഹത്തിന് അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ കിട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഇതൊക്കെ വന്നപ്പം മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന് കേന്ദ്രത്തിൽ എന്തെങ്കിലും വലിയ ഡെപ്യൂട്ടേഷൻ കിട്ടി വലിയ പദവിയിലേക്ക് പോകുന്ന സംശയിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി കത്തിക്കല. എന്തായാലും ഈ എലത്തൂർ സസ്പെൻഷനേക്കാളൊക്കെ വിജയനെ വേദനിപ്പിച്ചത് പുണ്യം പൂങ്കാവനം പദ്ധതി ഇല്ലാതാക്കിയതാണ്. കാര്യം ശബരിമലയിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഇതാണ്, ഭക്തൻ എന്ന നിലയിൽ അയ്യപ്പന് കാണിക്ക അർപ്പിക്കുന്ന പോലെ ചെയ്തതാണ്. ആ ഒരു പദ്ധതി പോയത് അദ്ദേഹത്തിനെ വളരെ വേദനിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു തിരിച്ചുവരവ് അസാധ്യമാക്കാത്ത തരത്തിലാണ് വിജയനെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ പിണറായി വിജയൻ എന്നെ മനസ്സിലായി, പിന്നെ വിജയന്റെ ഭാഗത്ത് തെറ്റില്ല. കാര്യം ഒരാളെ സസ്പെൻഡ് ചെയ്ത് 6 മാസം പുറത്തു നിർത്താം, പക്ഷെ പിന്നെ പുറത്തു നിർത്തണമെങ്കിൽ ഒരു ചാർജ് വേണം. ആ ചാർജോ അതിന് ഒരു തെളിവോ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിലെ സാധാരണക്കാരെ ജനങ്ങൾക്ക് മനസ്സിലായില്ല, തിരിച്ചടിക്കേണ്ടി വന്നു. പിന്നെ കേരളത്തിലെ IPS-കാർക്ക് ദൗർബല്യമുണ്ട്, അപ്പം ദൗർലഭ്യമുണ്ട്. ഈ ദൗർലഭ്യം കാരണം പിണറായിക്ക് ഇദ്ദേഹത്തെ ഇന്റലിജൻസ് മേധാവിയാക്കേണ്ടി വന്നു. അദ്ദേഹം വളരെ കൃത്യമായി പെർഫോം ചെയ്തു. അടുത്ത രമേശ് ചെന്നിത്തല വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ക്രമസമാധാനം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് അതിൽ അദ്ദേഹം നമ്മുടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇപ്പോൾ അദ്ദേഹത്തെ ചീഫ് കോർഡിനേറ്റർ ആക്കിയിരിക്കുന്നത് ശബരിമലയിൽ. അത് വലിയ കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അത് കാവ്യനീതി എന്ന് തന്നെ പറയാം. അന്ന് ഇദ്ദേഹത്തിനെ P വിജയൻ ഇത്രയും ഉപദ്രവിച്ച് ദ്രോഹിച്ച് സസ്പെൻഷൻ എല്ലാം കാരണമാക്കി എല്ലാം കളമൊരുക്കിയ MR അജിത് കുമാർ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് സംരക്ഷിക്കാൻ. അതേസമയം P വിജയനാകട്ടെ അദ്ദേഹം ഒരുപക്ഷെ നല്ല ഉറച്ച കസേലിരിക്കുകയും അദ്ദേഹം ഇപ്പൊ അവിടെ എവിടെയാണോ പോകാൻ ആഗ്രഹിച്ചിരുന്നത് അവിടെ പോകാൻ അനുഗ്രഹം കൊടുത്തിരിക്കുകയാണ്. അതെ, അത് രമേശ് ചെന്നിത്തലയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. കാരണം ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ക്രമസമാധാന ചുമതല എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. വേറൊരു ADGP-യൊക്കെ ശബരിമല കോർഡിനേറ്റർ ആക്കുന്ന ചരിത്രമുണ്ട്. പക്ഷെ അതുപോലും ഇത്തവണ വേണ്ട.
അത് ഒരു നല്ല കാര്യമാണ്. അവിടെ ഈ ഇത്തരത്തിൽ ഒരു മനുഷ്യനെ, നല്ലവനായ ഒരു മനുഷ്യനെ എല്ലാവരും വളർന്നിട്ട് ഉപദ്രവിച്ചാൽ അവസാനം ഈ നല്ലവനായ മനുഷ്യൻ രക്ഷപ്പെടുകയും അവർ കാണുമ്പോൾ തന്നെ ഈ കുഴപ്പമുണ്ടാക്കിയവർ നെട്ടോടുന്നത്. അതേപോലെ തന്നെ കെ ജയകുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹം കുറച്ച് നല്ല തീരുമാനങ്ങൾ എടുത്തു. അഴിമതി തടയാനും അല്ലെങ്കിൽ ഭക്തർക്ക് കൂടുതൽ സുഗമമായി അദ്ദേഹം പറയുന്നതാണ്. ഇത് എപ്പോഴും ഈ പ്രസിഡന്റ് തീരുമാനങ്ങളൊക്കെ അട്ടിമറിക്കാൻ കരുത്തുള്ളവരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ. അവര് അട്ടിമറിച്ചില്ലെങ്കിൽ ഈ പ്രസിഡന്റ് അദ്ദേഹം ഒരു ദീർഘകാലം അദ്ദേഹം വളരെ ചെറുപ്പത്തിലായ ICT ആളാണ്. അദ്ദേഹത്തിന് നല്ല ഭരണാധികാരിയാണ്. അദ്ദേഹം സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ ആയിരുന്ന ഒരാളിനെ ഇവരെ നേരിടുന്ന വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. എന്തായാലും അദ്ദേഹം അക്കാര്യത്തിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുമെന്നാണ്. അതോടൊപ്പം തന്നെ വിജയനും കൂടെ ആകുമ്പോഴേ ജയകുമാറിന് അദ്ദേഹത്തോട് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിജയൻ ഒരു ഗുരുതുല്യനായി കാണുന്ന ഒരു റിട്ടയർഡ് IAS ഓഫീസറാണ് ജയകുമാർ. അപ്പം ഇത് നന്നായി പോകാനാണ് ശബരിമല ഈ സീസണിൽ നന്നായി പോകാനാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരു ശബരിമല എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള സന്ദേശം കൊടുത്താൽ ഇനി വരുന്നവരും അതനുസരിച്ച്. അദ്ദേഹം അയ്യപ്പന് പബ്ലിസിറ്റി വേണ്ടെന്ന് കെ ജയകുമാർ പറഞ്ഞു. അത് വളരെ ആപ്റ്റായിട്ടുള്ള വളരെ കൃത്യമായ ഒരു നിരീക്ഷണം. അയ്യപ്പന് പബ്ലിസിറ്റി വേണ്ട, ഇനി ഒരു ആഗോള സംഗമം ഇല്ല. മാത്രമല്ല ഒരാളെങ്കിലും ഒരു 6 കോടി രൂപ കൊടുക്കാണെന്നും പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട്. അത് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് അവിടെ ഓഡിറ്റ് വിഭാഗം മനസ്സിലാക്കിയിട്ട് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. അതെല്ലാം തിരുവഞ്ചൂരിന് ശേഷം ഊരാളുങ്ങളെ തള്ളിപ്പറയുന്ന പരിണിത പ്രജ്ഞനായ ഉദ്യോഗസ്ഥനായി ആളായി മാറുകയാണ് ജയകുമാർ. ഊരാളെങ്കിലും ഒരു കാലത്ത് ആരായിരുന്നു അവർ പിണറായി വിജയന്റെ അതേ അവസ്ഥ ഊരാളെങ്കിലും സംഭവിച്ചു. അതെ, ഇപ്പൊ തിരുവഞ്ചൂരാണ് ആദ്യം അതില് മറ്റേ നിയമസഭയിൽ നമ്മുടെ സർക്കാർ ചില പണികളൊക്കെ പുതുക്കി കൊടുത്തെങ്കിലും പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരുവഞ്ചൂർ അതേ പാത പിന്തുടർന്ന് ജയകുമാറും പറയാണ്. ഏതായാലും ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ ഭൂമികുലുക്കങ്ങളിന് ഒരുപക്ഷെ ഉണ്ടായിക്കൂടാന്നില്ല ഈ CPM സംബന്ധിച്ചിടത്തോളം. ഈ ദിവസം എല്ലാവരും ഇടയുകയാണ്. നമ്മൾ സങ്കല്പിക്കാത്ത രീതിയിൽ പാർട്ടിയിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട് പിണറായിക്കും MP ഗോവിന്ദനെതിരെ. കാരണം പാർട്ടിയുടെ ഭാവി ഇവർ രണ്ടുപേരും ചിന്തിച്ചില്ല. സ്വന്തം വീട്ടുകാരുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് നടക്കുന്ന 2 നേതാക്കന്മാരായിപ്പോയി. അത് തന്നെയാണ് ജനങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലെല്ലാം അവമതിപ്പുണ്ടാക്കിയത് എന്ന സ്വജനപക്ഷപാതമായിരുന്നു. അവർക്ക് താല്പര്യമുള്ള സ്വന്തം ഭാര്യയ്ക്ക് സീറ്റ് വാങ്ങിച്ചു കൊടുക്കുക, സ്വന്തം മക്കൾക്ക് കച്ചവടം ഉറപ്പിക്കുക എന്നുള്ള കാര്യങ്ങളായിട്ട് മരുമകനെ മന്ത്രിയാക്കുക, മന്ത്രിയൊക്കെ പോലുള്ള അതിന് മറ്റുള്ളവരെ ഒതുക്കുക. ഇതൊക്കെ കേരളത്തിലെ നല്ല ബുദ്ധിയുള്ള ജനങ്ങളാണ് കേരളത്തിലത്. ഇന്ന് പണ്ടത്തെ പോലെയല്ല. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാവരും അതിന് കൃത്യമായ അവരെ നിലപാടുകൾ വ്യക്തമാക്കുന്നു. ഇന്നത്തെ ചിത്രം പിണറായി വിജയന്റെ മുഖത്ത്, ഇന്നത്തെ ചിത്രം പിണറായി വിജയന്റെ അദ്ദേഹം മാധ്യമങ്ങളോട് നോക്കി പണ്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ അതേ മുഖം ഏതാണ്ട് കടക്ക് പുറത്ത് അതിന്റെ ഒരുപാട് തലത്തിലേക്ക് പോയി. അന്ന് അദ്ദേഹം അതിന്റെ മുഖത്തെ ഭാവത്തിൽ ഒരു അധികാരത്തിന്റെ ഒരു പവറിന്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ക്ഷീണിതന്റെ ഭാവമാണ് അദ്ദേഹം കാണുന്നത്. ക്ഷീണിതന്റെ ഭാവത്തിൽ അധികാരം പ്രകടിപ്പിക്കാൻ നോക്കുമ്പോൾ ഉണ്ടായ ഒരു ഭാവമാറ്റമായിരിക്കും. പക്ഷെ എന്താണെങ്കിലും കേരള രാഷ്ട്രീയം, അത് ദേശീയ രാഷ്ട്രീയം, CPM ഇപ്പം ദേശീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയം മാത്രം നോക്കിയാൽ മതി. എങ്കിൽ പോലും ഇത് വളരെ എല്ലാവരും ആകാംക്ഷയോടെ തന്നെയാണ് നോക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കാൻ പോവുക? ഈ വരും ദിവസങ്ങളിൽ പിണറായിക്ക് സ്ഥാനം തന്നെ ഉണ്ടാവുമോ? MP ഗോവിന്ദനെ മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റൂല. എന്തായാലും ഇനി പാർട്ടിയുടെ ഈ എന്താണ് പ്രീണത്തിന് പകരം നടത്താൻ പോകുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയിൽ ചിലപ്പോൾ ഇതൊക്കെ ഉയർന്നു വരാൻ സാധ്യത. കാരണം കോട്ടയത്ത് ഇന്നലെ ഉണ്ടായ ആ DYFയുടെ പ്രതിഷേധം ഇനി മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കും എന്നുള്ളത്. അതേപോലെ ഇന്ന് ചോദിച്ച പോലെ തന്നെ മാധ്യമപ്രവർത്തകർ ഇനിയും പിണറായി വിജയനോട് ഇതേ ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ഇപ്പൊ കൽപ്പറ്റയിലെ വാർത്താ സമ്മേളനം കൊടുത്തില്ല എന്ന് പറയുന്ന വിലപിക്കുന്ന കൈരളി TV അനാവശ്യ ചോദ്യങ്ങൾ പിണറായി വിജയനോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനം കാർഡടിക്കേണ്ടി വരും. ഇതൊക്കെയാണോ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് കാർഡടിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ തോറ്റ് തലകുത്തനെ വീണ് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ബോധം വെളിവ് കാണില്ല. ആ അവസ്ഥയിലായി. അതിന്റെ ഒരു പ്രത്യാഘാതങ്ങളെ തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേരള രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ CPM രാഷ്ട്രീയത്തിൽ. നമസ്കാരം.